ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് 10th ICSEയിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ടഫായിട്ടൊരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടേം സ്പ്ലിറ്റ് ചെയ്തും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി ഫോർമുല മെത്തേഡ് ഡിസ്ക്രിമിനൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇവിടെ ഡയറക്റ്റ്ലി ഇവിടെയും അത് കണക്കെ ചെയ്യേണ്ട, പക്ഷേ ഇവിടെ ചെറിയൊരു ഇൻഡയറക്റ്റ് ലോജിക് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ മിക്ക ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഭയങ്കര ഒരു ടഫായിട്ടാണ് വരുന്നത്. കുറേ ആൾക്കാർ ടെൻഷൻ അടിക്കും, സമയം വെറുതെ പോകും, കാരണം ലോജിക്ക് മനസ്സിലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, എത്രത്തോളം എഫക്റ്റീവായിട്ട് ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ടഫ് എന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാവും. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ICSE 10th കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, 4 ഇൻറ്റു എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 29. ഇതാണ് ചോദ്യം. ഓക്കെ, 4 ഇൻറ്റു എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 29. വേറെ എക്സ് എന്താ പറയുക, നോട്ട് ഈക്വൽ ടു 0 എന്ന്, നോട്ട് ഈക്വൽ 0 എന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. കാണുമ്പോൾ തന്നെ ഇത് വരും അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അതായത് എന്താ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും മിഡിൽ ടേം ഐഡൻറ്റിഫൈ ചെയ്യുക, മിഡിൽ ടേം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ കുറേ അതിനുള്ള ട്രിക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ മിഡിൽ ടേം ആയിട്ട് നമ്മൾ എടുക്കുന്നത് എക്സ് പ്ലസ് 1/x കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മിഡിൽ ടേം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ മിഡിൽ ടേം എടുക്കുന്ന എങ്ങനെയാണ് രീതികൾ, ഇങ്ങനെ നമ്മൾ കുറേ ട്രിക്കുകൾ നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ കാണുമ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന മിഡിൽ ടേം ശരിയാണ്, എല്ലാവരും അങ്ങനെയാണ് സെൻറ്ററിൽ കാണുന്നത് മിഡിൽ ടേം. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ആയി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ഒരു ട്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, മിഡിൽ ടേം കണ്ടുപിടിക്കുക. അത് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ICSEയുടെ 10th ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ 10th ക്ലാസ്സിൽ ICSE 10th മാത്സ് സ്പെഷ്യൽ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ മിഡിൽ ടേമാണ് എടുക്കുന്നത്. ഓക്കെ, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/x നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ലോജിക്ക് ഞാൻ പറയുകയാണ്. ഒരു ലോജിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലോജിക്ക് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അതായത് നമ്മൾ പണ്ട് കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്. എന്താ, A+B ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചില്ല. A+B ദ ഹോൾ സ്ക്വയർ നമ്മൾ പണ്ട് കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഥവാ A-B ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന ഫോമുല എന്താ, A+B ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ ഫോമുല, A+B ദ ഹോൾ സ്ക്വയർ എന്താ ഫോമുല, A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ, ശരിയല്ലേ. അതുപോലെ തന്നെ A-B ദ ഹോൾ സ്ക്വയർ എന്താ ഫോമുല, A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ, ശരിയല്ലേ. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ A+B ദ ഹോൾ സ്ക്വയറും അതുപോലെ A-B ദ ഹോൾ സ്ക്വയറും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ആൻസർ? നമുക്ക് നോക്കാം. A+B ദ ഹോൾ സ്ക്വയർ ഇതായിരുന്നു, A-B ദ ഹോൾ സ്ക്വയർ ഇതായിരുന്നു. നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതൊന്ന് വെട്ടിപ്പോവും, ഇതൊന്ന് വെട്ടി, ബാക്കി എന്ത് വരും, ഓക്കെ 2AB അല്ലേ. A+B ദ ഹോൾ സ്ക്വയർ ബാക്കി 2AB ഉണ്ട്, 2AB മൈനസ് 2AB അല്ലേ. അപ്പോൾ എന്തൊരു ആൻസർ, 4AB വരും, ശരിയല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് എവിടെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുക, കാരണം എന്താ, A+B ദ ഹോൾ സ്ക്വയറും അതുപോലെ A-B ദ ഹോൾ സ്ക്വയറും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4AB ആണ്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്. ഓക്കെ, 4AB കിട്ടുന്നത് ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചോദിക്കുവാണ്. അങ്ങനെയെങ്കിൽ ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ത് വരും, അപ്പം 4XY, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ സി പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ മൈനസ് സി മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ എന്ത് വരും, 4CD, ശരിയല്ലേ. അതായത് രണ്ട് അൺനോൺ ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സ്കോർ ചെയ്യുന്നു, രണ്ട് അൺനോൺ ടേംസ് സബ്സ്ട്രാക്ട് സ്കോർ ചെയ്യുന്നു. ഇതിൻ്റെ മൊത്തത്തിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 4ഉം ആ രണ്ട് അൺനോൺ ടേമിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നത്. അതായത് AB എന്നോ എന്താ A+B ദ ഹോൾ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ എന്താ P+Q ദ ഹോൾ സ്ക്വയർ എന്ത് വന്നാലും ഫൈനൽ ആൻസർ എന്താ, ഇത് 4AB അല്ലെങ്കിൽ 4XY ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അത് ഇതിൻ്റെ 4AB എന്ന് അർത്ഥം എന്താ, 4 ഇൻറ്റു ഫസ്റ്റ് ടേം ഏതായിരുന്നു, A ആയിരുന്നു അല്ലേ, A ഇൻറ്റു സെക്കൻഡ് ടേം എന്താ, B ആയിരുന്നു അല്ലേ. അപ്പോൾ 4AB ഇങ്ങനെയാണ് വരുന്നത്, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കുക, 4AB. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടേം, ഇവിടെ ഫസ്റ്റ് ടേം എക്സ് ആയിരുന്നു, ശരിയല്ലേ. സെക്കൻഡ് ടേം 1/x ആയിരുന്നു, ശരിയല്ലേ. അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ എന്തൊരു ആൻസർ. ഇത് എയും ഇത് ബിയും ആയിരുന്നെങ്കിൽ A+B ദ ഹോൾ സ്ക്വയർ മൈനസ് A-B ദ ഹോൾ സ്ക്വയർ സെയിം പാറ്റേൺ തന്നെ, ശരിയല്ലേ. അപ്പോൾ എന്തായാലും 4AB ആണെങ്കിൽ 4 ഉണ്ട്, എക്ക് വരെ ഇവിടെ എക്സ് ആണ്. അപ്പോൾ എന്താ 4 ഇൻറ്റു എക്ക് വരെ എക്സ് എഴുതി ഇൻറ്റു ബി 4ABയുടെ ബിക്ക് വരെ 1/x എഴുതി അല്ലേ. അപ്പോൾ എന്താ ആൻസർ എന്ത് വരും, എക്സ് വെട്ടിപ്പോൾ ബാക്കി എന്തൊരു ആൻസർ,
4 വരും. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? 4 വരും. അപ്പോൾ എന്താ? എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇതാണ് ഒരു ലോജിക്ക്. അപ്പോൾ ഇത്രയും ലോജിക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഇതാണ് ഈ പ്രോബ്ലത്തെ ഒരു മെയിൻ ലോജിക്ക്. ഇത്രയും ലോജിക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ മാറ്റുവാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കണമെങ്കിൽ ജസ്റ്റ് റിമൈൻഡ് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ലോജിക്ക്? എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോജിക്ക് ക്ലിയർ ആയി. അങ്ങനെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മിഡിൽ ടേം ഇതെടുത്തു. എക്സ് പ്ലസ് 1/x അല്ലേ? എക്സ് പ്ലസ് 1/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് പ്ലസ് 1/x മിഡിൽ ടേം ആയിട്ട് എടുത്തിട്ട് ഞാൻ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വൈ കുഴപ്പമില്ല. എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ലോജിക്ക് പ്രകാരം എന്താ നമ്മുടെ ലോജിക്ക്? ഇതാണ് നമ്മുടെ ലോജിക്ക്. ശരിയല്ലേ? എന്താ ലോജിക്ക്? എക്സ് പ്ലസ് അല്ലേ? എക്സ് പ്ലസ് 1/x ഞാൻ മോളത്തെ ഇക്വേഷൻ താഴെ ചുമ്മാ എഴുതുവാണ്. ഇതങ്ങ് എഴുതുവാണ് കേട്ടോ. ഇത് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. എങ്ങനെയാണ് 4 വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ? എക്സ് പ്ലസ് 1/x വൈ ആണ്. അങ്ങനെ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്താണ്? വൈ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ? എക്സ് മൈനസ് 1/x ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ബാക്കിയെല്ലാം അപ്പുറത്ത് കിടക്കട്ടെ. അപ്പോൾ എന്താ? വൈ സ്ക്വയർ 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? -4 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താ? എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ എന്നായി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് പ്ലസ് 1/x വൈയും കിട്ടി. അതുപോലെ തന്നെ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? വൈ സ്ക്വയർ മൈനസ് 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ? ഈ വാല്യൂസ് ഏതാ? എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ 1/xനെ വൈ എന്നും അതുപോലെ ഈ കാണുന്ന ഈ വാല്യൂ കൂടെ നമ്മുടെ മെയിൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ശരിയല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ മെയിൻ ഇക്വേഷൻ താഴോട്ട് എഴുതുവാണേ, ഒന്നുകൂടെ എഴുതുവാണേ. എന്താ നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയിരുന്നു എന്താ? 4 ഇൻറ്റു അല്ലേ? 4 ഇൻറ്റു അല്ലേ? 4 ഇൻറ്റു എക്സ് മൈനസ് 1/x എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ പ്ലസ് എന്തായിരുന്നു? പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 1/x അല്ലേ? 8 ഇൻറ്റു എക്സ് പ്ലസ് 1/x ഈസിക്കൽ ടു 29 ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ -29 ഈസിക്കൽ ടു 0. അതായത് ഈസിക്കൽ ടു 29 ആണ്. 29 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -29 ഈസിക്കൽ ടു 0. അപ്പം നോക്കാം. 4 ഇൻറ്റു എക്സ് പ്ലസ് 1/x എന്തായിരുന്നു? ഇതാ കിടക്കുന്നത് അല്ലേ? എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്താണ്? ഇതാ കിടക്കുന്നില്ലേ? വൈ സ്ക്വയർ മൈനസ് 4. ശരിയല്ലേ? അപ്പോൾ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ എന്താ? വൈ സ്ക്വയർ മൈനസ് 4. ശരിയല്ലേ? ഇതാ കിടക്കുന്നത്. എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ വെച്ചാൽ വൈ സ്ക്വയർ മൈനസ് 4 അല്ലേ? അപ്പോൾ അങ്ങനെ എന്താ? എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ വെച്ചാൽ എന്താ? വൈ സ്ക്വയർ മൈനസ് 4. യെസ്, പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 1/x എന്താ? നമ്മൾ തുടക്കത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് പ്ലസ് 1/x എന്ന് വെച്ചാൽ വൈ ആണ് തുടക്കത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എക്സ് പ്ലസ് 1/x എന്ന് വെച്ചാൽ വൈ ആണ് തുടക്കത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? -29 ഈസിക്കൽ ടു 0. 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു വൈ സ്ക്വയർ 4 വൈ സ്ക്വയർ എന്നായി. 4 ഇൻറ്റു -4 എന്താ? -16 ആയി. പ്ലസ് 8 ഇൻറ്റു വൈ എന്ന് വെച്ചാൽ 8y ആയി. -29 ഈസിക്കൽ ടു 0. നോക്കാം. 4y സ്ക്വയർ ഓക്കെ പ്ലസ് 8y -16 അതുപോലെ തന്നെ -29. ഓക്കെ, -16 -29 എന്ത് വരും? -16 -29 എന്ന് പറയുമ്പോൾ എന്താ? -45 വരും അല്ലേ? -45 ഈസിക്കൽ 0 വന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലായി. ശരിയല്ലേ? 4y സ്ക്വയർ പ്ലസ് 8y -45 ഈസിക്കൽ 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലായി. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? വൈയുടെ വാല്യൂ നമുക്ക് പ്രൊഡക്റ്റും സമ്മും എടുക്കുന്ന രൂപത്തിൽ കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റും സമ്മൊക്കെ എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ഇൻ ദ ടേംസ് ഉള്ള രീതി ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ഓൾറെഡി ഇട്ടിട്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ അതാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡക്റ്റും സമ്മും കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഫർ ചെയ്യാൻ പറയാൻ പറ്റും. അത് മീൻസ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അത്യാവശ്യം ഒരു 8 മിനിറ്റ് വീഡിയോ ആയിരുന്നു, 8-10 മിനിറ്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് സമ്മം എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്ക്. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ -180 വരും. സം എന്ന് പറയുമ്പോൾ 8 വരും. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 18ഉം 10ഉം വരും. 18ഉം 10ഉം ഫാക്ടേഴ്സ്. ഇതൊക്കെ ഫാക്ടേഴ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ സമയം കളയുന്നില്ല. വീഡിയോയിൽ എന്ത് കൂട്ടുന്നില്ല. ഓൾറെഡി തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 18ഉം 10ഉം വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് -180 ശരിയല്ലേ? അപ്പോൾ എന്താ? +18ഉം -10ഉം ആണ് ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? 4y സ്ക്വയർ അതുപോലെ എന്താ? പ്ലസ്
18y മൈനസ് 10y മൈനസ് 45 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ എടുക്കുവാണെങ്കിൽ 2y കോമൺ എടുക്കാം. 2y ഇൻറ്റു 2y പ്ലസ് 9 മൈനസ് ഇവിടെ നമുക്ക് കോമൺ എടുക്കുവാണെങ്കിൽ 5 കോമൺ എടുക്കാം. 5 ഇൻറ്റു 2y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ മൊത്തത്തിൽ കോമൺ എന്താ 2y പ്ലസ് 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ബാക്കി എന്താ ഇൻറ്റു 2y മൈനസ് 5 ഇത്ര നമുക്ക് വരും. ഇത്ര നമുക്ക് കിട്ടി. ഇപ്പോൾ 2y പ്ലസ് 9 ഇൻറ്റു 2y മൈനസ് 5 കിട്ടി അല്ലേ? 2y പ്ലസ് 9 2y പ്ലസ് 9 ഇൻറ്റു 2y മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? അങ്ങനെ വൈയുടെ വാല്യൂ എന്താ? ഒന്നെങ്കിൽ വൈയുടെ വാല്യൂ 2y പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 2y മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെ നോക്കാം. 2y എന്ത് വരും? അപ്പം മൈനസ് 9 y ഈസ് ഈക്വൽ ടു മൈനസ് 9/2. അത് ഇവിടെ എന്താ 2y ഈസ് ഈക്വൽ ടു 5 y ഈസ് ഈക്വൽ ടു 5/2. അപ്പോൾ yക്ക് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി അല്ലേ? ഒന്നെങ്കിൽ 5/2 അല്ലെങ്കിൽ എന്താ മൈനസ് 9/2. നമുക്ക് രണ്ട് വാല്യൂസ് y കിട്ടി. ശരിയല്ലേ? കഴിഞ്ഞില്ല. ഇത്ര എഴുതിയിട്ട് നിങ്ങൾ അടിവരെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം കഴിഞ്ഞില്ല. നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയത് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈക്ക് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ തുടക്കത്തിൽ നോക്കി നമ്മളിവിടെ വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു അല്ലേ? വൈക്ക് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു y എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തത് ശരിയല്ലേ? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു y എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തത് ശരിയല്ലേ? ആണോ? അപ്പോൾ എന്താ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതായിരുന്നു. എന്താ? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു y. അപ്പോൾ വൈക്ക് രണ്ട് വാല്യൂ ഉണ്ട്. -9/2 5/2 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ വാല്യൂ ഇട്ട് നോക്കാം. അപ്പോൾ വെൻ y ഈസ് ഈക്വൽ ടു -9/2 വരുവാണെങ്കിൽ എന്താ? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു y ആണ്. അതായത് y എന്ന് വെച്ചാൽ എന്താ? -9/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? LCM എടുക്കുമ്പോൾ ഇവിടെ x വരും. ഇവിടെ x ഇൻറ്റു x x² വരും പ്ലസ് 1 x² പ്ലസ് 1 ഈസ് ഈക്വൽ ടു -9/2. അപ്പം നോക്കി x² പ്ലസ് 1 ക്രോസ് ചെയ്യുകയാണെ. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താ? 2 ഇൻറ്റു x² പ്ലസ് 1 ഈസ് ഈക്വൽ ടു x ഇങ്ങോട്ട് പോകുമ്പോൾ 2 ഇങ്ങോട്ട് പോകും x ഇങ്ങോട്ട് പോകും. x ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഈസ് ഈക്വൽ ടു -9x. ശരിയല്ലേ? അപ്പം എന്താ? 2x² പ്ലസ് 2 ഈ -9x ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? പ്ലസ് 9x ഈസ് ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക x ഈസ് ഈക്വൽ ടു എന്താ? -p പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2. ഇതൊക്കെ ആദ്യമായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ കേൾക്കുന്ന ഇതൊക്കെ ഭയങ്കര കിളിയുമായ അവസ്ഥയാവും. കാരണം ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഇത് ചാപ്റ്ററിൻ്റെ ഞാൻ പറയുന്ന വീഡിയോ ചാപ്റ്ററിൻ്റെ ബേസ് അല്ല. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഈ ചാപ്റ്റർ എല്ലാം പഠിച്ച് തീർത്തതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ പറയുന്ന സംഭവം ഞാൻ ചാപ്റ്ററിൻ്റെ ബേസ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ചാപ്റ്ററിൻ്റെ ബേസ് അല്ല. അത് നിങ്ങൾ ആദ്യമേ തുടക്കത്തിൽ പറയുന്നത് ബേസ് അല്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത് -p പ്ലസ് ഇതൊക്കെ ഒന്നും മനസ്സിലാകാതെ കിളി പോകുന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഫാക്റ്റ് പറയാണ് ചാപ്റ്റർ ബേസ് അല്ല. ഇപ്പോൾ ചാപ്റ്റർ ബേസ് അറിയാത്ത ഒരാൾ, ചാപ്റ്ററിന് തുടക്കം അറിയാത്ത ഒരാൾ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പുകച്ചിലായിരിക്കും തലയിൽ. പക്ഷേ നമ്മുടെ ചാപ്റ്ററിൻ്റെ ബേസ് അറിഞ്ഞ് ഓരോ കാര്യങ്ങളും അറിഞ്ഞ് ഈ ചാപ്റ്റർ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു വന്ന് ഏറ്റവും ലാസ്റ്റ് പോർഷനിലത്തെ ടഫസ്റ്റ് സാധനം അത്. അപ്പോൾ സ്വാഭാവിക ചാപ്റ്റർ മുഴുവൻ തുടക്കം മുതൽ തൊട്ട് വൈ വരെ പഠിച്ച് ലാസ്റ്റ് സെഡ് പഠിക്കുന്ന രീതിയിലാണ്. അതായത് 99% ചാപ്റ്റർ മൊത്തം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 100% വരുന്ന റഫ് ക്വസ്റ്റ്യൻ. അപ്പം ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ വലിയ കിളി പോകത്തില്ല. മനസ്സിലായി? ഞാൻ ചാപ്റ്റർ ഒരു വകയും അറിയാത്ത ബേസ് ലെവൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് അങ്ങനത്തെ ഒരു രീതിയല്ല ഇത് എടുക്കുന്നത്. ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഒരു ടഫ് സാധനമാണ്. അപ്പോൾ തുടക്കത്തിൽ ഇതൊക്കെ അറിയാവുന്ന സ്പ്ലിറ്റിങ്ങും ഫോമിലൊക്കെ അറിയാവുന്ന ആൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പാടുപെടും. അപ്പോൾ അങ്ങനെ പാടുപെടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായി? ഈ പ്രോബ്ലം ഒരിക്കലും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാത്ത ആൾക്കോ അല്ലെങ്കിൽ ഈ ഫോമിൽ അറിയാത്ത ആൾക്കോ വേണ്ടിയുള്ള പ്രോബ്ലം അല്ല. ഇപ്പോഴേ പറയുകയാണ്. കാരണം അങ്ങനത്തെ ഒരാൾ കേൾക്കുമ്പോൾ നമ്മുടെ ക്ലാസ് പോലെ അങ്ങനെ വിലയിരുത്തും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഫോമിൽ അറിയാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ പഠിക്കാത്ത ഒരാൾക്കോ വീഡിയോ അല്ല. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ പഠിച്ചു, ഫോമിലൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എന്നാൽ ഈ ചാപ്റ്റർ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നല്ല ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഫീഡ്ബാക്സ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ യൂട്യൂബൊക്കെ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കാം. ഇനിയിപ്പോൾ അഥവാ ലൈക്ക് നമ്പർ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വിഷമിക്കണം. നമ്മൾ കുറേ പറ്റുന്ന കണക്ക് നമ്മൾ സമയം കിട്ടുമ്പോൾ അതായത് സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ കൊടുക്കും. എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് ബാച്ചിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന അത്രയും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ യൂട്യൂബിൽ മാക്സിമം തരാൻ ശ്രമിക്കാം. അപ്പം അപ്പോൾ നമുക്ക് ഈ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ -p പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഒരു ഫോമുലയുണ്ട്. ആ ഫോമുല അറിയുന്ന ആൾക്കാർക്ക് എന്താ ഇവിടെ എയും ബിയും സി ഒക്കെ പറക്കി എഴുതാം. എയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. a = 2. ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ 9 ആണ് ബിയുടെ വാല്യൂ 9. സിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പം -p എന്ന് പറയുമ്പോൾ -9 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac. b² എത്ര? 9² അല്ലേ? 9² എന്ന് പറയുമ്പോൾ 81 മൈനസ് 4 ഇൻറ്റു
എ ഇൻറ്റു സി. എ എത്ര മോനെ? എ എന്ന് പറയുമ്പോൾ 2 ആണ്. സി എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലേ? അപ്പം 2 ഇൻറ്റു 1 ബൈ മൈനസ് ബി പ്ലസ് ഓ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. 2a എന്നപ്പോൾ അപ്പോൾ 2 ഇൻറ്റു എ. എ എത്ര ഇത്? 2 അല്ലേ? 2 ഇൻറ്റു 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? -9 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 81 മൈനസ് 4 ഇൻറ്റു 8 ബൈ എന്താ പറയുക 4 അല്ലേ? ഇത്രയും വരും. 81 മൈനസ് 4 ഇൻറ്റു 8 അല്ലേ? അപ്പം ഇവിടെ സോറി ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? C1 അല്ല കേട്ടോ, C2 ആണ്. C2 1 അല്ല, C2 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 വരും ഇവിടെ. അപ്പോൾ 4 ഇൻറ്റു 8 8 ഇൻറ്റു 16 വരും ഇവിടെ. 8 അല്ല 16 വരും. ഓക്കെ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ -9 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 81 മൈനസ് 16. അപ്പോൾ റൂട്ട് 65 വരും ബൈ 4. ഇതാണ് എക്സിൻ്റെ ഒരു വാല്യൂ. അതായത് വൈക്ക് 9/2 കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ വൈയുടെ വാല്യൂ 9/2 കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. വൈയുടെ വാല്യൂ 9/2 കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. വൈക്ക് 2 വാല്യൂ ഉണ്ട് വൈക്ക് അല്ലേ? അപ്പോൾ വൈക്ക് വെൻ y ഈക്വൽ 9/2 എന്നുള്ളത് ചേർത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി അടുത്ത എന്താ? അടുത്ത y ഈക്വൽ ടു എന്താ? രണ്ടാമത്തെ വാല്യൂ എന്താ? 5/2 ആയിരുന്നു അല്ലേ? 2 വാല്യൂ ഉണ്ട്. ഒന്ന് y അല്ലേ? y 9/2 അത് നമ്മൾ ചെയ്തു അല്ലേ? അടുത്ത എന്താ? വൈയുടെ 5/2ൻ്റെ വാല്യൂ എഴുതുമ്പോൾ എക്സിന് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാം. എന്താ എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് പ്ലസ് 1/x ഈക്വൽ ടു y ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താ? ക്രോസ് ചെയ്യുമ്പം x² പ്ലസ് 1/x, അതായത് എൽസിയം എടുക്കുമ്പോൾ എന്താ? വൈക്ക് വരാം 5/2. ശരിയല്ലേ? അപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ എന്താ? 2 ഇൻറ്റു x² പ്ലസ് 1 ഈക്വൽ ടു 5x എന്ന് എഴുതി. അങ്ങനെ 2x² പ്ലസ് 2 ഈക്വൽ ടു 5x എന്ന് എഴുതി. അങ്ങനെ എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്താ? 2x² മൈനസ് 5x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ 2x² മൈനസ് 5x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതി. നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ p² മൈനസ് 4ac എന്നോ അല്ലെങ്കിൽ സ്പ്ലിറ്റിൻ്റെ ടേം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പ്ലിറ്റിൻ്റെ ടേം എടുത്ത് നോക്കാം. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? 2 ഇൻറ്റു 4 വരും. സം എന്ന് പറയുമ്പോൾ -5 വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഫാക്ടേഴ്സ്? ടി മെത്തേഡ് പോലെ എടുക്കുമ്പോൾ 4 എടുക്കുമ്പോൾ എന്താ? 1 4 വരും അല്ലേ? ശരിയല്ലേ? 1 4 1 ഇൻറ്റു 4 4 ശരിയല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണ് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ -1ഉം -4ഉം എഴുതാം. അതായത് -1 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് 4 വരും. -1ഉം -5 കൂടെ കൂട്ടുമ്പോൾ സമ്മ് -5 വരും. അപ്പോൾ ഇത് -1ഉം 4. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 2x². ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് ഇപ്പോഴും പറയാണ് മനസ്സിലാകത്തില്ല. ഫാക്ടേഴ്സ് അറിയത്തില്ലെങ്കിൽ അവർ കിളി പോകും. ഉപകരിക്കും ക്ലാസ് പോരാ. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർക്ക് ഒരു ക്വിക്ക് റിവിഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ബേസ് അല്ല ഡീപ്പ് ലെവലാണ് പറയുന്നത്. ബേസിലാണ് ഈ പ്രൊഡക്റ്റും സമ്മൊക്കെ എടുക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഡീപ്പ് ലെവലിൽ നമ്മൾ അത് വീണ്ടും പറഞ്ഞു ബോറിങ്, റിപ്പീറ്റേഷൻ ബോറിങ്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ബേസും കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നല്ല വൃത്തിക്ക് വെളിപ്പാട് പഠിപ്പിച്ചു തരാം. ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. ഒരു ഗ്യാരണ്ടിയാണ്. പിന്നെ സ്പ്ലിറ്റിംഗ് ടേംസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയാൽ മതി. ഓക്കെ. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുമ്പോൾ എന്താ? 2x² പിന്നെന്താ? -5x വരാം. ഫാക്ടേഴ്സ് പോലെ എഴുതുന്നു അല്ലേ? അപ്പോൾ എന്താ? -1x പിന്നെന്താ? ഇതാണ് -4x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ കോമൺ എന്താ? ഇവിടെ x കോമൺ അല്ലേ? x ഇൻറ്റു അല്ലേ 2x - 1. അടുത്ത ഇവിടെ എന്താ കോമൺ? എന്താ? രണ്ടിൽ കോമൺ എന്താ? -2 കോമൺ അല്ലേ? -2 ഇൻറ്റു 2x - 1 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ വീണ്ടും കോമൺ എടുക്കുമ്പോൾ എന്താ? 2x - 1 കോമൺ ആണ്. രണ്ടിടത്തും 2x - 1 കോമൺ ആണ്. കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? ഇൻറ്റു x - 2 ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുകിൽ എന്താ? 2x - 1 ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ എന്താ? x - 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 2x എന്താ? 1 വരും. x എന്താ? 1/2. 2x 1 വരും. x 1/2 വരും അല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ എന്താ? x - 2 ഈക്വൽ 0. അങ്ങനെ x ഈക്വൽ 2 വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂ കിട്ടി? എക്സിൻ്റെ വാല്യൂ 1/2 കിട്ടി. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 1/2 കിട്ടി അല്ലേ? എക്സിൻ്റെ വാല്യൂ 1/2 കിട്ടി. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 2 കിട്ടി. പിന്നെ നമുക്ക് എന്താ കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ ഇതും കിട്ടി അല്ലേ? എന്താ? -9 പ്ലസ് ഓ മൈനസ് അല്ലേ റൂട്ട് 65/4. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഫൈനൽ ആൻസർ നമ്മൾ x ഈക്വൽ ടു -9 പ്ലസ് ഓ മൈനസ് റൂട്ട് 65/4 കോമ പിന്നെ മറ്റേ 1/2 കോമ എന്താ പറയുക 2 ഇത്രയും എഴുതണം. ഇത്രയും കഴിഞ്ഞ സംഭവം കഴിഞ്ഞപ്പം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 10th ICSE കുട്ടികൾ പഠിക്കുന്ന വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിലും ടഫ് ക്വസ്റ്റ്യൻസ് വേറെ കുറേ ഉണ്ട്. പക്ഷേ ഏറ്റവും കുറേ കുട്ടികൾ തെറ്റിക്കുന്നതും കാരണം ഇവിടെ ഒരു ലോജിക്കൽ സാധനം വരുന്നുണ്ട്. ലോജിക്കൽ തുടക്കത്തിൽ ഞാൻ കാണിച്ചു അല്ലേ? അപ്പോൾ ലോജിക്ക് വരുന്നത് എങ്ങനെയാണ്? എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. എന്താ? x + 1/x ഹോൾ സ്ക്വയർ മൈനസ് x - 1/x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എങ്ങനെ വന്നു? അതാണ് ലോജിക്ക്. അപ്പോൾ ലോജിക്ക് a + b ഹോൾ സ്ക്വയർ മൈനസ് a - b ഹോൾ സ്ക്വയർ ഈക്വൽ 4ab എന്ന് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷനിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ ലോജിക്ക് അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ ഈ പറഞ്ഞ എന്താ ഫോർമുല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് എന്താ ആ ഫോർമുല ഒന്നുകൂടെ എഴുതുവാണ്.
അപ്പോൾ അറിയാത്തവർ ഇപ്പോൾ പഠിച്ചോ. കാരണം നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അറിയാം. പക്ഷേ ഇതും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4ab. ഈ ഫോർമുല ഓർത്ത് വെച്ചു. കാരണം എന്താ പറയുക, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ലെവലിൽ സാധനങ്ങൾ ചോദിക്കും. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഈ ടഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ലോജിക്കൽ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് നമുക്ക് ഇതേ കണക്ക് വീഡിയോ ചെയ്യാനൊരു ധൈര്യം. കാരണം നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു മടി പോലെയാണ് പൊതുവേ. കാരണം വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കുക. യൂട്യൂബ് ലൈവൊക്കെ ഒരു മടിയാണ്. പക്ഷേ കാരണം പുതിയ ചാനലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എന്താ, പുതിയ ചാനലാകുമ്പോൾ എൻഗേജ്മെൻറ്റ് കുറവാണ്. പക്ഷേ നമ്മളവിടെ കമൻറ്റ് സെക്ഷൻ നിങ്ങളെ കമൻസും ലൈക്സും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ്, ഒരു ഊർജ്ജമാണ്. അപ്പോൾ ആ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ കൗണ്ട് കൂടും. ഇല്ലെങ്കിൽ ലാഗ് പോലെ വീഡിയോസിൻ്റെ കൗണ്ട് കുറയും. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ ടോപ്പിക്കുന്ന വീഡിയോസ് ഇതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ICSEയുടെയും 12th ISCക്കുമുള്ള ക്ലാസ്സുകൾ നമുക്കുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.